ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു മീൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാ മീനല്ല, പുഴ മീൻ. പുഴയിൽ നിന്ന് പിടിച്ചെടുത്ത മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി മീൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതിൽ 2-3 തരം മീനുണ്ട്. ഒന്ന് ഇരുമീൻ, പിന്നെ 2-3 ചെറിയ തരം മീനും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചപ്പറങ്കി, കറിവേപ്പില. ഇത്രയും സാധനം മതിയാവും. പിന്നെ നമ്മൾ പുളിവെള്ളം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മീൻ കറിയപ്പം മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറയൽ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വന്ന ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചപ്പറങ്കിയും ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഓരോ പൊടികളായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടികൾ മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം അത് ബാക്കിയുള്ള പച്ചക്കറികളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായിക്കൊണ്ടിരിക്കുന്ന കറിയിലേക്ക് തണുത്ത വെള്ളത്തെക്കാളും കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക. മീൻകറിയിൽ കുടംപുളി ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. പക്ഷെ അതിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇപ്രാവശ്യത്തെ പുളിയല്ല, കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് പുളിവെള്ളം ചേർത്തപ്പോൾ തന്നെ കറീൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കറിയുടെ മസാലയെല്ലാം മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കുന്ന സമയത്ത് അതെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച ശേഷം കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.